നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. അന്റോണിയോ താജാനി എന്ന ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അടുത്ത ആഴ്ച US-ലേക്ക് ഒരു ഔദ്യോഗിക യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പക്ഷെ പൊടുന്നിനെ അതങ്ങ് റദ്ദാക്കി, ക്യാൻസൽ ചെയ്തു. അതായത് സാധാരണ അതൊരു ഗോൾഡൻ ക്ഷണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിമാരോടൊക്കെ സംസാരിക്കുക എന്നുള്ളത് വളരെ ഒരു ഇറ്റലി പോലുള്ളൊരു ഇന്ത്യ പോലുള്ള അങ്ങനെ ഒരു രാജ്യങ്ങൾ, ഇന്ത്യയെ വിട്ടേക്ക് മറ്റു രാജ്യങ്ങൾക്കൊക്കെ അല്പം താഴെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ബഹുമതിയാണ്. യൂറോപ്യൻ യൂണിയന് പൊതുവെ അതെ, അതിനൊരു കാരണമുണ്ട്. അവിടെ ഒരു പ്രധാനമന്ത്രി, നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടൊക്കെ നമ്മുടെ നരേന്ദ്രമോദിജിയായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള പ്രധാനമന്ത്രിയാണ് മെലോണി, ജോർജിയ മെലോണി, അല്ലേ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി. അപ്പോൾ അവർക്ക് അതേ ബഹുമാനം, ആ റെസ്പെക്റ്റ് ഇന്ത്യ അവർക്ക് നൽകുന്നുമുണ്ട്, അല്ലേ? ഒരു ചെറുപ്പക്കാരൻ, അതെ, 78 വയസ്സുള്ള നമ്മുടെ മോദിജിക്ക് എത്ര പ്രസരിപ്പുണ്ട്, അതേപോലെ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും പ്രസരിപ്പോടെ ആ G7 ഉച്ചകോടിയിലൊക്കെ ഓടി നടക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടാണ്. അങ്ങോട്ട് പോകുന്നു, ഇവിടെ വരുന്നു, ട്രംപിനടുത്ത് നിന്ന് സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു, അതൊക്കെ വീഡിയോയിലുണ്ട്. പക്ഷെ ട്രംപ് എന്താണ് പറഞ്ഞത്? മെലോണി എന്നോട് യാചിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ, അല്ലേ, ഒപ്പം നിന്ന്. അത് കണ്ട് സങ്കടം തോന്നി, ഞാൻ സമ്മതിച്ചു എന്നൊക്കെ. ഒരു ഇറ്റാലിയൻ ടെലിവിഷൻ ഉണ്ട്, ഒരു M7 എന്താ പറയുന്നത്, ഇറ്റാലിയൻ ടെലിവിഷൻ ടെലിഫോൺ അഭിമുഖത്തിലാണ്. അപ്പോൾ തന്നെ മെലോണിയുടെ വീഡിയോ മറുപടിയും വന്നു. അതിന് തൊട്ട് പിന്നാലെ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിൻ്റെ യാത്ര റദ്ദ് ചെയ്തു. ശരിക്കും എന്തായിരിക്കും അതിന് ഈ ഒരു ചൊറിക്ക് പിന്നിൽ? എന്താണ് അത് സംഭവം? ഇത്രയേ ഉള്ളൂ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതെ, കുറുക്കന് മുന്തിരി കൊല കിടക്കുന്ന കണ്ടിട്ട് ചാടി പിടിക്കാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു, കിട്ടുന്നില്ല. അവസാനം നിരാശനായിട്ട് മടങ്ങാൻ നേരത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഈ മുന്തിരി വലിയ പുളിയുള്ളതാണ്. ഇവിടെ അത് തന്നെ. അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പ്രേക്ഷകർ. അമേരിക്കയിലൊക്കെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ടല്ലോ, മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, അമേരിക്കയിലെ മുന്തിരി വേണ്ട, എനിക്ക് ഇറ്റലിയിലെ മുന്തിരി തന്നെ വേണം എന്ന് ട്രംപ് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? അത് കിട്ടണമെന്നില്ലല്ലോ. കവാലം പുകയുന്നല്ല. അതെ, ട്രംപ് ആയാലും കവാലം പുകയും. അതെ, ഇവിടെ അതാണ് സംഭവം. എന്താന്ന് വെച്ചാൽ, ഈ മെലോണിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള സൗഹൃദം, ആ സുഹൃത്ത് ബന്ധം വളരെ ദൃഢമായിരിക്കുന്നു. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു പക്ഷേ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഭരണകൂടം ഇറ്റലിയിലേതായിരിക്കും, പ്രത്യേകിച്ചും മെലോണി ആയിരിക്കും. മെലോണിക്ക് ഇന്ത്യ എന്താണെന്നറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണെന്നറിയാം, നരേന്ദ്രമോദിയെ കൊണ്ടും ഇന്ത്യയെ കൊണ്ടും ആ സൗഹൃദം കൊണ്ടും എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് നന്നായിട്ടറിയാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ട്രംപ് ഇവരെക്കുറിച്ച് ഇത്രയും മോശമായിട്ടൊക്കെ പറഞ്ഞല്ലോ. ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കണം, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് കെഞ്ചി യാചിച്ചു. ഞാനത് സമ്മതിച്ചില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒക്കെയാണ് അല്ലേ, സമ്മതിച്ചു. പക്ഷേ അവസാനം കെഞ്ചിയത് കൊണ്ട്, യാചിച്ചത് കൊണ്ട് ഞാൻ ഒഴിൽ നിന്ന് കൊടുത്തു. അല്ലെങ്കിൽ തന്നെ ട്രംപിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? അല്ല, ഇയാൾ പറഞ്ഞത് ഞാൻ നിന്ന് കൊടുത്തില്ല എന്നാണ് ഈ ഇതിൽ പറഞ്ഞത്. എന്നിട്ട് ഒരു വരി കൂടെ പറഞ്ഞു, അവരെ ഓർത്ത്, വളരെ മോശമായിട്ടാണ്, ഞാനത് കുറച്ച് മാന്യമായിട്ട് പറയുന്നേ ഉള്ളൂ, അവരെ ഓർത്ത് ഞാൻ സഹതപിക്കുന്നു. എന്തിനാ? അവർക്ക് എന്ത് ദോഷമുണ്ടായി, എന്ത് നാശമുണ്ടായി, അവർക്ക് എന്ത് തകർച്ചയുണ്ടായി സഹതപിക്കാൻ? അതിൻ്റെ ഔദ്യോഗിക വെർഷൻ എന്ന് പറഞ്ഞാൽ ഇറാൻ US കോൺഫ്ലിക്റ്റിൽ അവർ ഇറാനൊപ്പം നിന്നു. അതായത് അവിടുത്തെ കൂട്ടക്കുരുതിക്കെതിരെ അവർ പ്രതികരിച്ചു എന്നുള്ളതാണ് അതൊക്കെ ട്രംപ് പറയുന്ന ഒരു ഔദ്യോഗിക വെർഷൻ. ട്രംപിന് പുറത്ത് ട്വീറ്റ് ചെയ്യാൻ പറ്റുന്നത് അയാളുടെ സോഷ്യൽ വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇറാൻ വിഷയത്തിൽ അമേരിക്കക്കെതിരെ നിന്ന വേറെ ഒരുപാട് ലോകരാഷ്ട്രങ്ങളുണ്ട്, അവരെ കുറിച്ചൊന്നും ട്രംപ് ഇങ്ങനെ പറയുന്നില്ലല്ലോ. അവരാരും മുന്നിച്ച് നിന്നിട്ടില്ല, ആ ധൈര്യം കാണിച്ചിട്ടില്ല. ട്രംപിന്റെ മുന്നിൽ ആ രാജ്യങ്ങളൊന്നും ട്രംപിന്റെ മുന്നിൽ നിന്നിട്ടേ ഇല്ല. ഇവിടെ ചെന്ന് നിന്നാരൊക്കെയാണ്? നമ്മുടെ മോദിജി, പിന്നെ ജോർജിയ മെലോണി. അല്ല, ഇവിടെ വളരെ കൃത്യമാണ്. ഇത് ഇറാനും ഇതൊന്നും അല്ല വിഷയം. ഇവിടുത്തെ വിഷയം ഇറ്റലിയും ഇന്ത്യയുമായിട്ടുള്ള അടുപ്പമാണ്, മെലോണിയുമായിട്ടുള്ള അടുപ്പമാണ്. അതായത് രണ്ട് ലോക നമ്മുടെ നോക്കും, നമ്മളെ വ്ളാദിമിർ പുടിനും നരേന്ദ്രമോദി നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് അവര് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള ടോക്ക് അല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേസ് ചാമ്പർ മോദിയുമായിട്ട് ഒരു ഒഫീഷ്യൽ ടോക്കാണ്. പക്ഷേ ഇതല്ല, രണ്ട് സുഹൃത്തുക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നിരന്തരം ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഹോട്ട്ലൈനിൽ സംസാരിക്കുന്ന രണ്ട് രാഷ്ട്രത്തലവന്മാർ നേരിട്ട് കാണുമ്പോൾ ഇൻ ബിറ്റ്വീൻ അവർ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കണം. അല്ലാതെ അവിടെ ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഇല്ല, ഒരു ബ്രീഫിംഗ് ഇല്ല, അല്ലെങ്കിൽ സെക്രട്ടറി ലെവൽ ബ്രീഫിംഗ് ഇല്ല.
ചെയ്യുന്നത് അവർ തമ്മിൽ എന്താണോ ഫോണിൽ അടിക്കടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോക കാര്യങ്ങൾ, മറ്റ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇസ്രായേലും US-ഉം ഇറാൻ ആക്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ചൈനയുമായിട്ടുള്ള ബന്ധം, അങ്ങനെ അതൊക്കെ ഒന്നും കൂടി ഡെപ്തായിട്ട് പറയുന്നത്, നേരിട്ട് ഇൻ ബിറ്റ്വീൻ കണ്ണും തമ്മിൽ നോക്കി പറയുന്നത്. അതാണ് അവർ തമ്മിലുള്ള കെമിസ്ട്രി. പക്ഷേ അങ്ങനെയാണോ ട്രംപ്? ട്രംപിന് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ട്രംപിന് ഈ കാര്യത്തിൽ കാനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില ചെക്കന്മാരിങ്ങനെ പെൺകൊച്ചുങ്ങളുടെ പുറകെ നടക്കും, സുന്ദരികളായ പെൺകുട്ടികളുടെ പുറകെ ഈ പഞ്ചാര ഒലിപ്പിച്ചുകൊണ്ട് നടക്കും. ഈ പെൺപിള്ളേരിത് മൈൻഡ് ചെയ്യില്ല, അല്ലേ? ഇവൻ നാണം കെട്ട് നിരാശനായിട്ട് മറ്റേ ദേവദാസ് ആയി പാട്ടും പാടി എവിടെയെങ്കിലും നടക്കും, മാനസമൈനയൊക്കെ പാടി നടക്കും പണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, കത്തിയെടുത്തുകൊണ്ടൊന്ന് കഴുത്തി കുത്തുകയാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചാൽ. ഇരിക്കട്ടെ, ഇവിടെ ട്രംപിൻ്റെ ഈ കൊതിക്കറവ്, അതായത് മെലോണി നരേന്ദ്രമോദിയായിട്ട് കൂടുതൽ അടുക്കുന്നു, ഇറ്റലി ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നു, പല വ്യാപാര പങ്കാളിത്തം ഇപ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ട്രീറ്റി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ സംബന്ധിച്ച് വലിയ അസൂയയും എന്താ പറയുക, ട്രംപിന് സഹിക്കാൻ പറ്റുന്നില്ല. ട്രംപ് വളരെയധികം പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യക്കെതിരെ എന്ത് പണിയും എടുക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. ഇന്ന് പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അമേരിക്കയിൽ പോയിരുന്നു മോദിക്കെതിരെ പലതും പറയും. മോദി അങ്ങനെയാണ്, ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ ഞങ്ങളെ ചതിക്കുന്നു, ഇന്ത്യ നുണയന്മാരാണ്, ഇന്ത്യ റഷ്യ പിന്നെ പോകുന്നു. എന്നിട്ട് നേരിട്ട് മോദിയെ കാണുമ്പോഴത്തേക്കും താങ്കൾ മഹാനാണ്, നട്ടലുള്ളവരാണ്, താങ്കൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, വളരെ പിന്നെ എന്താ പറയണ്ട, വളരെ ടഫാണ്, താങ്കൾ പിന്നെ ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും താങ്കൾ വഴങ്ങുന്നില്ല, പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ല, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല എന്നൊക്കെയാണ് ട്രംപ്. ട്രംപിന് ആരും വലിയ വിലയൊന്നും ലോകത്ത് ഇപ്പോൾ കൊടുക്കുന്നില്ല. അമേരിക്ക ഈ ലോക പോലീസ് ചമയുന്ന കാലമൊക്കെ കഴിഞ്ഞു. ട്രംപിന്റെ അവസ്ഥ കോഴിക്ക് അസൂയ വന്ന് എങ്ങനെ ഇരിക്കും? അതല്ല പറയേണ്ടത്, വേറൊരു വാക്കാണ്. കോഴിക്ക് അസൂയ വന്ന് ഇവിടെ അപ്പോൾ ഈ ഇവർ പറഞ്ഞത്, മെലോണി പറഞ്ഞ മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിനെ അവരൊരു നുണയൻ എന്നാണ് വിളിച്ചത്. ഈ നുണയനെ ആര് വിശ്വസിക്കും? എനിക്കോ ഇറ്റലിക്കോ ഇയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടടോ എന്നാണ് പറഞ്ഞത്. തിരിച്ചൊന്നും ചെയ്യാനും പറ്റില്ല. ഇനി എന്നിട്ട് അവരൊരു കാര്യം കൂടെ പറഞ്ഞു, G7 സഖ്യകക്ഷികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ഉചിതമല്ല, അത് അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്യും. കാരണം ഇത് മറ്റുള്ളവരും നോക്കി നിൽക്കുകയാണ്. ഇറ്റലി മാത്രമല്ല, ഫ്രാൻസ് ഉണ്ട്, മറ്റു പല രാജ്യങ്ങളും ഉണ്ട്. ഇവരെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇന്ന് ഇറ്റലിയുടെ അടുത്ത് ഇത് ചെയ്തവൻ നാളെ നമ്മളോട് ഇത് തന്നെ ചെയ്യും. അതുകൊണ്ട് അവരെല്ലാം ഒരുമിക്കും. കാരണം പരസ്പര ബഹുമാനമാണല്ലോ ആവശ്യം. ഞാൻ അങ്ങോട്ട് മര്യാദ തന്നാലേ താങ്കൾ തിരിച്ച് എനിക്കും മാന്യതയും മര്യാദയും തരുള്ളൂ. ഞാൻ അങ്ങോട്ട് കൂറത്തരം പറഞ്ഞാൽ തിരിച്ച് എൻ്റെ കവാലം പോളൊക്കെ അടി കിട്ടും. അതല്ലേ സത്യം. അപ്പോൾ ഇവിടെ ട്രംപ്, അതുകൊണ്ട് തന്നെ ട്രംപിനെ വളരെ കൃത്യമായിട്ടൊരു കൈ അകലത്തി നിർത്തണമെന്ന് G7 അംഗരാജ്യങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവരാരും ഈ ട്രംപിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഇനി രസം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ നരേന്ദ്രമോദിയെ ആരെങ്കിലും ആക്ഷേപിച്ചു, ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യും? കൂവി വിളിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് അവരുടെ കൂടെ ചേർന്ന് നരേന്ദ്രമോദിയെ ചെളി തൊട്ട് എല്ലാം വാരിയെറിയും, അല്ലേ? പക്ഷേ ഇറ്റലിയിൽ അതല്ല. സംസ്കാര സമ്പന്നരാണ്. ഒരു ഇറ്റലിക്കാരിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് ഈ പ്രതിപക്ഷത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എങ്കിലും ആ ഇറ്റലിക്കാർക്ക് ഇറ്റലിക്കാരിയുടേതായ യോഗ്യതയൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതെ, കോൺഗ്രസിൻ്റെ മരുമകൾ ബഹു. ഇവിടെ ഇറ്റലിയിൽ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നറിയാമോ? ഒന്നടങ്കം മെലോണിക്ക് പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ട്രംപിനെ കണക്കിന് ചീത്ത പറഞ്ഞു. അതായത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതാണ് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതാണ് രാജ്യസ്നേഹം. ഒരു പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വം രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ കണ്ടു പഠിക്കണം. ഒന്നും അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ പാരമ്പര്യം ഉണ്ടല്ലോ രാഹുലിന്. അമ്മ ഇറ്റലിക്കാരിയല്ലേ. അപ്പോൾ ആ ഇറ്റലിക്കാരെങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഇതിൽ നിന്ന് കണ്ടു പഠിക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ കൃത്യമായിട്ട് അവിടുത്തെ പ്രതിപക്ഷം മെലോണിക്ക് ഉറച്ച പിന്തുണ കൊടുത്തുകൊണ്ട് ട്രംപിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഈ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ട്രംപ് ഇലക്ഷന് മത്സരിക്കുമ്പോഴും ഈ
അമേരിക്കയിൽ വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു, ട്രംപിനെതിരെ വലിയ ഇതൊക്കെ വരുന്നു. ഒക്കെ നടക്കുമ്പം പോലും ട്രംപിന് ഉറച്ച പിന്തുണ കൊടുത്ത ആളാണ് മെലോണിയും ഇറ്റലിയും. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ഏക യൂറോപ്യൻ യൂണിയൻ നേതാവ് മെലോണിയാണ്. വേറെ ആരും പങ്കെടുത്തില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി എന്നൊക്കെ പറയുന്ന ബ്രിട്ടൻ പോലും പങ്കെടുത്തില്ല. അതൊക്കെയാണ് അവരുടെ ജഡ്ജ്മെന്റിലെ പ്രശ്നങ്ങൾ. മെലോണിയുടെ ജഡ്ജ്മെന്റിൽ ചെറിയ പാകപ്പിഴ അല്ല, മെലോണി അവരെപ്പോഴും അമേരിക്കയായിട്ടൊരു നല്ല, ഈ ഇറ്റലിക്ക് ഇറ്റലി ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ്. നമ്മൾ കരുതുന്ന പോലെ വലിയ പല ഇടപാടുകളുടെയും, അതായത് ശതകോടികളുടെ കച്ചവടം നടക്കുന്നത് ഇറ്റലി വഴിയാണ്. അതാണ് ഇറ്റാലിയൻ മാഫിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അത് ഇറ്റലി കേന്ദ്രീകരിച്ചുള്ളൊരു, അവരുടെ ഇപ്പോൾ സിംഗപ്പൂര് കേരളത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ് അല്ലേ, വളരെ ചെറിയൊരു കുഞ്ഞു രാഷ്ട്രമാണ്, പക്ഷേ ഒരു ബിസിനസ് ഹബ്ബാണ്. അതുപോലെ ഇറ്റലി യൂറോപ്യൻ യൂണിയനിലെ ബിസിനസ് ഹബ്ബാണ്. ആ ഇറ്റലിയിൽ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളുടെ ഡീലുകൾ ഉറപ്പിക്കുന്നത് ഇറ്റലിയിലാണ്. ആ ഇറ്റലിക്ക് എപ്പോഴും അമേരിക്കയായിട്ടൊരു നല്ല ബന്ധം വേണം. അതാണ് അവർ അമേരിക്കയോട് എപ്പോഴും അടുത്ത് നിൽക്കുന്നത്. ട്രംപിനെ പോലെ ഒരാൾ വന്നപ്പോൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ അവർ വലിയ പിന്തുണ കൊടുത്തത് അതുകൊണ്ടാണ്. ഈ ഡെമോക്രാറ്റുകളുടെ പുറകെ പോയാൽ അതൊന്നും നടക്കില്ല. ഈ ഒബാമയെ പോലെയുള്ളവരൊന്നും ഈ ഇറ്റലിയുടെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അവർക്ക് അവരുടെ രാജ്യമാണ് വലുത്. അതുകൊണ്ട് ഇറ്റലി ഇങ്ങനത്തെ എന്താ പറയുക മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കും. അങ്ങനെ പിന്തുണച്ച ഒരാളാണ് മെലോണി. അതിൻ്റെ നന്ദി പോലും ഇയാൾ കാണിച്ചില്ല. ഇയാളെ ലോകം മുഴുവനും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെ രാജ്യത്തുള്ളവരും ആ രാജ്യത്തിന് പുറത്തുള്ളവരും ഒക്കെ ട്രംപിനെ കണക്കറ്റ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല, കാരണം കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ്. അല്ല, അയാൾക്ക് അവിടെ മിണ്ടാൻ പറ്റില്ല. അത് പ്രതിപക്ഷം രൂക്ഷമായിട്ടാണ് ഇയാൾക്ക് ഒന്ന് വിളിക്കുന്നത് അമേരിക്കയിൽ. അപ്പൊ പിന്നെ പുറത്തിറങ്ങി മറ്റുള്ളവരെ തെറി വിളിക്കുക, ഇനി മറ്റുള്ളവരുടെ കാര്യം ഇടപെടുക. കാരണം അമേരിക്കക്കാരുടെ കാര്യം ട്രംപ് ഇടപെടാറില്ല. ഇല്ല, അമേരിക്കയിൽ ഇടപെട്ടിട്ടും കാര്യമില്ല. ഇനി മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം. ഈ ട്രംപ് ആദ്യമല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബുള്ളിങ് ഇവർക്കെതിരെ മാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡന്റിനെതിരെ, മക്രോണിക്കെതിരെയും ഇതുപോലെ ഇയാൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ട്രംപിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ താറടിച്ച് കാട്ടുക. കാരണം അവർ ഇന്ത്യയുമായിട്ട് ആരൊക്കെ വ്യാപാര സഹകരണ ബന്ധങ്ങൾ വെക്കുന്നു, നരേന്ദ്രമോദിയായിട്ട് ആരൊക്കെ അടുക്കുന്നോ അവരെല്ലാം ചീത്ത പറയുക, അവരെ അപമാനിക്കുക, അവരെ കരിവാരി തേക്കുക, അവരെ താറടിച്ച് കാണിക്കുക. ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അത് പക്ഷേ ഇത്തവണ ചീറ്റിപ്പോയി. അയാൾ വിചാരിച്ച് ഇറ്റലിയിലും ഇത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കും, അവിടുത്തെ പ്രതിപക്ഷം ആഞ്ഞടിക്കും മെലോണിക്കെതിരെ. അതൊന്നും സംഭവിച്ചില്ല. അവിടുത്തെ പ്രതിപക്ഷം അവരിൽ പൂർണ്ണ, അതായത് പ്രധാനമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് അമേരിക്കയ്ക്ക് പപ്പു യോജിച്ചത്. ട്രംപ് ഒരു കോമാളിയാണെങ്കിൽ ഇപ്പുറത്ത് പപ്പുമോൻ അതിന് യോജിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവിടുത്തെ പ്രതിപക്ഷത്തെ കൊണ്ട് ഇളക്കുക, എന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ ചീത്ത പറയുക. ഇതൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം ഈ നമുക്ക് പറയാനുള്ളത്, ഈ വയസ്സുകാലത്ത് ഇതൊക്കെ ഒന്ന് നിർത്തി വെച്ചുകൂടെ എൻ്റെ പൊന്നു ട്രംപേ? പ്രായം ഇത്രയൊക്കെ ആയില്ലേ? നമ്മളെ ഒരു സിനിമയിൽ മമ്മൂട്ടി പറയണമല്ലേ, പ്രായങ്ങളൊക്കെ തോനെ ആയില്ലേ, ഒന്ന് ഒതുങ്ങിക്കൂടെ? ഈ വയസ്സുകാലത്ത് ഇതൊക്കെ വേണോ? ഇതിനുള്ള ആംബിയർ ഉണ്ടോ? ആരോഗ്യമുണ്ടോ? ഇനിയും ഒരംഗത്തിനുള്ള ബാല്യം ട്രംപിനുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കാൻ തോന്നുന്നത്. മെലോണിയുടെ വഴിക്ക് വിട്ടേക്കും. എന്തായാലും മോദി കൊടുത്ത മെലഡിയിൽ മെലോണി വീണു, അതിലൊരു സംശയമില്ല. ആ മെലഡിയെ തോൽപ്പിക്കാനുള്ള മെലഡി ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല ട്രംപേ. അതുകൊണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇന്ന് ഇറ്റലിയാണെങ്കിൽ നാളെ ഫ്രാൻസ്, ജർമ്മനി ഒക്കെ ഇന്ത്യയുമായിട്ട്, റഷ്യ ഒക്കെ ഇന്ത്യയുമായിട്ട്, നിങ്ങൾക്കാകെ കൂടെ കിട്ടുന്നത് ഒരു പാകിസ്ഥാനെയും പിന്നെ പേരിന് ഒരു ചൈനയെയും കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രത്തലവന്മാരെയും മോദിക്കെതിരെ പണിയാനായിട്ട് കിട്ടത്തില്ല. കിട്ടും ചിലപ്പോൾ, ഈ തുർക്കി പോലെയുള്ള ചില സാധനങ്ങളെ കിട്ടിയേക്കും. അതിനപ്പുറത്ത് ആരെയും കിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ആളെ കിട്ടില്ല. അതുകൊണ്ട് ഈ പണി മാന്യമായിട്ട് നിർത്തി വെക്കുന്നതാണ് അമേരിക്കയ്ക്കും ട്രംപിനും നല്ലത്. വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയാൻ നിൽക്കണ്ട.